ഓൾ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിലെ ചില പദ്ധതികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നൊക്കെ നമ്മളോട് 2 മാർക്കിനൊക്കെ വീതം ചോദിക്കുന്നതാണ് കേരളത്തിലെ പദ്ധതികളെക്കുറിച്ച്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തുവാല വിപ്ലവം. എന്താണ് തുവാല വിപ്ലവം? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തുവാല വിപ്ലവം. ഓക്കെ. അടുത്തതാണ് സുകൃതം പദ്ധതി. സുകൃതം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ക്യാൻസർ അസുഖവുമായിട്ടാണ് സുകൃതം പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്. സുകൃതം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? ക്യാൻസറുമായിട്ടാണ് സുകൃതം പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തതാണ് സ്വാന്തനം. സ്വാന്തന പരിചരണം നൽകുന്നത് ആർക്കാണ്? കിടപ്പ് രോഗികൾക്കാണ്. സ്വാന്തന പരിചരണം നൽകുന്നത് കിടപ്പു രോഗികൾക്കാണ്. ഇനി ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയാണ് അമൃതം പദ്ധതി. അമൃതം പദ്ധതി എന്താണ്? ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പ്രത്യേക പദ്ധതിയാണ് അമൃതം പദ്ധതി. ഓക്കെ. അടുത്തതാണ് കുട്ടികളുടെ സാമൂഹിക മാനസിക ആരോഗ്യം, പൊതുവിജ്ഞാനം, കലാസാഹിത്യ വാസനകൾ, വ്യക്തിത്വം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് രൂപം കൊടുത്ത പദ്ധതിയാണ് ചിറകുകൾ. എന്താണ് ചിറകുകൾ എന്ന പദ്ധതി? കുട്ടികളുടെ സാമൂഹിക മാനസികാരോഗ്യം, പൊതുവിജ്ഞാനം, കലാസാഹിത്യ വാസനകൾ, വ്യക്തിത്വം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് രൂപം കൊടുത്ത പദ്ധതിയാണ് ചിറകുകൾ. കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് അംഗനവാടികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര. ബാലമിത്ര പദ്ധതി എന്താണ്? കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്തെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് അംഗനവാടികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര പദ്ധതി. ഇനി കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ, എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവെയർനെസ് എന്നാണ് എൽസയുടെ ഫുൾ ഫോം. അപ്പോൾ എന്താണ് എൽസ എന്നത്? അത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എൽസ പദ്ധതി. എൽസ എന്നതിൻ്റെ പൂർണ്ണരൂപം എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവെയർനെസ്. ഇനി ഏത് രോഗത്തിൻ്റെ നിർമ്മാർജ്ജനാർത്ഥമാണ് കേരള സർക്കാർ അക്ഷയ കേരളം പദ്ധതി ആരംഭിക്കുന്നത്? അത് ക്ഷയരോഗ നിർമ്മാർജ്ജനമാണ് കേട്ടോ. ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് അക്ഷയ പദ്ധതി. മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതി PSC എപ്പോഴും ചോദിക്കുന്നതാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് 2012 അല്ലേ? അപ്പോൾ മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ കിടക്കയ്ക്ക് അരികിൽ എത്തിക്കുന്ന പ്രാണ പദ്ധതി കേരളത്തിൽ തുടക്കം കുറിച്ച ജില്ല. അതായത് പൈപ്പ് ലൈൻ വഴി കിടപ്പ് രോഗികളുടെ അടുത്ത് ഓക്സിജൻ എത്തിക്കുന്ന പ്രാണ പദ്ധതി. അപ്പം ആ പദ്ധതിയുടെ പേരാണ് പ്രാണ പദ്ധതി. ഈ പ്രാണ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിലാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരൺ. കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകൾക്ക്, അതായത് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രതിമാസ ധനസഹായം നൽകുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ആശ്വാസകിരണം. പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്വിറ്റ് ലൈൻ എന്നത്. പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്വിറ്റ് ലൈൻ പദ്ധതി. ഇനി ഹീമോഫീലിയ രോഗികൾക്കായി നാഷണൽ ഹെൽത്ത് മിഷൻ, അതായത് ആരോഗ്യ കേരളം പദ്ധതി വഴി നടപ്പിലാക്കുന്നതാണ് ആശാധാര എന്ന പദ്ധതി. ഹീമോഫീലിയ രോഗികൾക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശാധാര പദ്ധതി.
നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായി ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ്. നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതി ഏതാണ്? ഉഷസ് ആണ്. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. അടുത്തതാണ് കേരളത്തിൽ ആയുഷ് ഗ്രാമം പദ്ധതി നിലവിൽ ആരംഭിക്കുന്ന ജില്ല മലപ്പുറം. കേരളത്തിൽ ആയുഷ് ഗ്രാമം പദ്ധതി ആരംഭിക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് ആയുഷ് ഗ്രാമം പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ആയുഷ് ഗ്രാമം പദ്ധതി നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിലാണ്. എന്താണ് ആയുഷ് ഗ്രാമം പദ്ധതി എന്ന് ചോദിച്ചാൽ എന്താണ് ആയുഷ് ഗ്രാമം പ്രൊജക്റ്റ്? അതായത് ആയുർവേദത്തെയും മറ്റു പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിൻ്റെ ഒരു സംരംഭമാണ് ആയുഷ് ഗ്രാമം പദ്ധതി എന്ന് പറയാം. ആയുർവേദത്തെയും മറ്റ് പാരമ്പര്യ വൈദ്യശാസ്ത്രത്തെയും സമ്പ്രദായങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് ആയുഷ് ഗ്രാമം പദ്ധതി. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം പദ്ധതി. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം പദ്ധതി. ജന്മന ഹൃദയസംബന്ധമായ രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ജന്മന ഹൃദയ സംബന്ധമായ രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ പദ്ധതി ഏതാണ്? ഹൃദ്യം പദ്ധതി. ഹൃദ്യം പദ്ധതിയൊക്കെ ഒരുപാട് തവണ PSC റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവൻ രേഖ. ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്നതിനായി കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ജീവൻ രേഖ പദ്ധതി. കാഴ്ച പരിമിതർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രമാണ് പുനർജ്യോതി. പുനർജ്യോതി എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് പുനർജ്യോതി. കാഴ്ച പരിമിതർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രം ഏതാണ്? അത് പുനർജ്യോതിയാണ്. പുനർജ്യോതി എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് പുനർജ്യോതി. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുകയും സൗജന്യമായി കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുകയും സൗജന്യമായി കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് മിഴി പദ്ധതി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി എന്താണ്? അത് ആവാസ് ആണ്. ഇനി കേരള സർക്കാർ ആരംഭിച്ച സുബോധം എന്ന ബോധവൽക്കരണ പരിപാടി എന്തിനെതിരെയുള്ളതാണ്? അത് ലഹരി ഉപയോഗത്തിനെതിരെയുള്ളതാണ് സുബോധം എന്ന പരിപാടി. സുബോധം പരിപാടി എന്തിനെതിരെയാണ്? ലഹരി ഉപയോഗം. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതി എന്താണ്? അത് സ്വാന്തനം പദ്ധതിയാണ്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ഇനി കൊതുകുജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിന് 2020 കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയാണ് തോട്ടങ്ങളിലേക്ക് നീങ്ങാമെന്നത്. കൊതുകുജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിന് 2020 കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയാണ് തോട്ടങ്ങളിലേക്ക് നീങ്ങാം എന്നത്. ഇന്ന് നമ്മൾ കുറേ കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ പദ്ധതികളും അതുപോലെ ക്ഷേമ പദ്ധതികളുമൊക്കെയാണ് പഠിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നും കേരള ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മളോട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാ ക്വസ്റ്റ്യനും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പല ക്വസ്റ്റ്യൻസും PSC റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഒന്നൊരു ചെറിയ നോട്ട് തയ്യാറാക്കി പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിത് എങ്ങനെ ഉപകാരമായിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.